ഒരു 10-20 വർഷങ്ങൾക്ക് മുമ്പ് Y2K ബഗ് എന്നൊരു പ്രശ്നം കാരണം കമ്പ്യൂട്ടറുകളെല്ലാം ക്രാഷ് ആകും, ആകാശത്ത് നിന്ന് പ്ലെയിൻ കുത്തിനെ വീഴും, ലോകം അവസാനിക്കും എന്നൊക്കെ ഭയന്ന് ആ Y2K ബഗ് ഫിക്സ് ചെയ്യാൻ സായിപ്പ് കുറെ ഇന്ത്യക്കാരെ ഇറക്കുമതി ചെയ്തു. ആ കൂട്ടത്തിൽ ഒരു ഷൊർണൂറുകാരൻ ചെറുപ്പക്കാരനുണ്ടായിരുന്നു, നമ്മുടെ കഥാനായകൻ ഗോപാലൻ പണിക്കർ. 1-2 വർഷം അമേരിക്കയൊക്കെ കണ്ട് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കി തിരിച്ചു പോവാം എന്ന് കരുതി നാടുവിട്ട ഗോപാലൻ ഇപ്പോൾ ഒരു ശരാശരി മധ്യവയസ്കൻ അമേരിക്കൻ മലയാളിയായി നമുക്കിടയിൽ ഇതാ സാന്റിയാഗോയിൽ തന്നെയുണ്ട്. കഥ തുടങ്ങുന്നത് ഗോപാലന്റെ വീട്ടിൽ സന്ധ്യസമയം. ഭാര്യ സുംബ ക്ലാസ്സിന് പുറത്തു പോയപ്പോൾ കിട്ടിയ ഫ്രീഡം ആഘോഷിക്കാൻ ഗോപാലൻ കൂട്ടുകാരെയും വിളിച്ചു വരുത്തി മലയാളികളുടെ ഫേവറേറ്റ് സ്പോർട്സ് കളിച്ചെങ്കിരിക്കുന്നു. കൂടെ മലയാളികളുടെ പ്രിയപ്പെട്ട ഫുഡും ഡ്രിങ്ക്സുമുണ്ട്. ആ തലയാട്ടി പല്ലിളിച്ച് ചിരിക്കുന്ന തലയെക്കെട്ടുകാരനാണ് ഗോപാലൻ. ആ ചുവന്ന ഷർട്ട് പാലാക്കാരൻ മോർഗേജ് ബ്രോക്കർ ബേബി. ആള് പഴയ കമ്മ്യൂണിസ്റ്റാണ്. ഇരുചെവിയിലും കുണുക്കിട്ടിരിക്കുന്നത് ഷിബു. പിന്നെ ആ വെള്ള ഷർട്ട് രാജു. ഏതായാലും ഇവിടെ അടുത്തൊരു കേരള റെസ്റ്റോറന്റ് തുടങ്ങിയത് നന്നായി. കുറെ കാലത്തിന് ശേഷം നല്ല ബീഫ് ഫ്രൈ കഴിക്കാൻ കിട്ടി. ക്ലിപ്പാണോ? ഹേയ്, ക്ലിപ്പൊന്നുമല്ല. ഭാര്യയുടെ അമ്മായിയുടെ ഗുഡ് മോർണിംഗ് മെസ്സേജാ. നാട്ടിൽ വിളിച്ചായില്ലേ? ഇനിയും 2-3 ഗുഡ് മോർണിംഗ് മെസ്സേജ് വരാണ്ട്. നാട്ടിലെല്ലാവരും ഫുൾ ടൈം വാട്സപ്പിലാ. വാവ്, അമേസിംഗ്. നോയർ അല്ലേ? അല്ല, ഞാൻ നായരല്ല, പണിക്കരാണ്. എടോ, തന്റെ ജാതി അല്ല ചോദിച്ചേ, ഈ വൈൻ പിനോ നോയർ അല്ലേ എന്നാ ചോദിച്ചത്. അതൊന്നും അറിയില്ല. കോസ്കോയിൽ ഇപ്പൊ ഏത് വൈനാ ഡീലുള്ള വെച്ചാ അതാ ഇത്. പിനോ നോയർ തന്നെ. വാട്ട് ആൻ അറോമ. എന്ത് പിനോ നോയർ? കാര്യം നമ്മൾ അമേരിക്കയിലൊക്കെയാണ് നല്ല AC മുറിയിലിരുന്ന് സ്കോച്ചും വൈനും അടിച്ച് ഇരിക്കുന്നു, സമ്മതിച്ചു. പക്ഷെ ഞാനിപ്പോൾ അങ്ങ് നാട്ടിൽ പാലയിലാണെങ്കിലുണ്ടല്ലോ, പുഴവക്കത്ത് ചൂണ്ടയൊക്കെ ഇട്ട് കാറ്റൊക്കെ കൊണ്ട് നല്ല ഒന്നാന്തരം അന്തിക്കള്ളും കുടിച്ച് ഇരിക്കുന്നുണ്ടാവും. ആ സുഖമുണ്ടല്ലോ, അതൊരു സ്കോച്ചിലും കിട്ടില്ല. അത് ശരിയാ. എനിക്കിപ്പോ ഓർമ്മ വരുന്നത് ഷൊർണൂർ ഭാരതപ്പുഴയുടെ തീരത്തുള്ള കുമാരേട്ടന്റെ ഷാപ്പാണ്. വൈകുന്നേരമായാലും ഞങ്ങൾ ഷാപ്പ് പോയി നല്ല ഫ്രഷ് വാറ്റടിക്കും. കൂടെ ടച്ചിൻസിന് നല്ല മസാലയൊക്കെ പുരട്ടി വെളിച്ചെണ്ണയിൽ പോയിരിച്ച അയില, അതിന്റെ മുകളിൽ ഒരു ചെറു നാരങ്ങ കൂടി കൊണ്ട് പിഴിഞ്ഞാണ്ടല്ലോ. ഹോ, ശരിയാ, നമ്മുടെ നാട് തന്നെയാ നല്ലത്. ഇവിടെ ഒരു 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 സുഖമില്ല. എന്നാൽ പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? തിരിച്ചു പോയിക്കൂടെ? അങ്ങനെ അങ്ങ് പോവാൻ പറ്റുമോ? എന്താ, നിങ്ങളെ ഇവിടെ ആരും കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. നേരെ എയർപോർട്ടിൽ പോവാ, ഫ്ലൈറ്റ് പിടിക്കുക, പോവുക. വിത്തിൻ 28 hours നാട്ടിലെത്തിയില്ലേ? അതൊന്നും നടക്കണ കേസല്ലടോ. നമ്മൾ ഇവിടെ പെട്ടുപോയി. ജോലി, മോർഗേജ്, മക്കളുടെ പഠിത്തം, ഒന്നും പറയണ്ട. ശരിയാ, എല്ലാ ക്യാപിറ്റലിസ്റ്റ് രാജ്യത്തിന്റെ പ്രശ്നം ഇത് തന്നെ. പോട്ടെ, നിങ്ങളുടെ കളി. ഇതൊന്നും ശരിയല്ല. ശരിയല്ലേ? അവൻ ഇസ്പേഡ് 10 ഇട്ടു, ഞാൻ ക്ലാവർ 9 ഇട്ട് വെട്ടി. അതല്ല, ഈ നാടിന്റെ വ്യവസ്ഥ ശരിയല്ല എന്നാ ഞാൻ പറഞ്ഞത്. പാവപ്പെട്ട അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങളെ കുത്തക ഭൂർഷാസികൾ ചൂഷണം ചെയ്യുന്നത് നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതെന്തപ്പോ പെട്ടെന്ന്? ഇത് 3 പെഗ് അകത്ത് ചെന്നേന്ത്യ. ഇനി 4ാമത്തെ കൂടി ചെന്നാൽ ലെനിനും മാർക്സും ചെഗുവരയും ഒക്കെ പുറത്തു വരും. ഇനി 5ാമത്തെ പെഗ് കഴിഞ്ഞാലോ സ്റ്റാലിനും ഫിഡൽ കാസ്ട്രോയും വരുമായിരിക്കും. അല്ല, കഴിച്ച ബീഫും മിക്സ്ചറും ഒക്കെ പുറത്തു വരും. കള്ളിന്റെ പുറത്ത് പറഞ്ഞതൊന്നും അല്ല. ഈ നാട്ടിൽ എവിടെ നോക്കിയാലും മൂരാച്ചികളാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം ആഗോളവൽക്കരണവും അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ സഖാക്കൾ ചില പദ്ധതികൾ ഒരുക്കുന്നുണ്ട്. തനിക്ക് അമേരിക്കയോട് ഇത്രയ്ക്ക് വെറുപ്പാണെങ്കിൽ താൻ എന്തിനാ ഇങ്ങോട്ട് തന്നെ കെട്ടിയെടുത്ത്? അത് പിന്നെ കല്യാണം കഴിച്ചത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിനെ ആയിപ്പോയി. ഞാൻ ആ ബ്രോക്കറോട് ഒരുപാട് പറഞ്ഞതാ, വല്ല ചൈനയിലോ ക്യൂബയിലോ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിനെ മതിയെന്ന്. അവിടെ ഒന്നും മലയാളി നേഴ്സുമാരില്ല പോലും. പിന്നെ എന്തു ചെയ്യും? പോളണ്ടിൽ അന്വേഷിച്ചില്ലേ? പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല.
താൻ വലിയ ഡയലോഗൊന്നും അടിക്കണ്ടോ. താൻ എവിടത്തെ സോഷ്യലിസ്റ്റാ? 5000 സ്ക്വയർ ഫീറ്റുള്ള വലിയ വീട്, ഗരാജിൽ 2 കാറ്. എടോ, ഇവിടെ ഞങ്ങളെപ്പോലുള്ള പാവം അമേരിക്കൻ മലയാളികൾക്ക് ബ്ലേഡ് വിലയ്ക്ക് മോർഗേജ് വിറ്റിട്ടല്ലേ താൻ ഈ കാശുണ്ടാക്കിയേ? താനാണ് എൻ്റെ അറിവിലുള്ള ഏറ്റവും വലിയ മൂരാച്ചി. യു ആർ എ ഹിപ്പോക്രറ്റ്. അത് ശരി, ഞാനാണോ ഹിപ്പോക്രറ്റ്? അപ്പൊ താനോ? താൻ BJP സംഘിയല്ലേ? അതെ, ഞാനൊരു BJP കാരനാണ്. മാത്രമല്ല ഷൊർണൂർ ശാഖ മെമ്പറുമാണ്. എന്താ കുഴപ്പം? താൻ പിന്നെ എന്തിനാ ബീഫ് കഴിക്കുന്നേ? ആ, അത് പിന്നെ പറയടോ, തന്റെ നാക്ക് ഇറങ്ങിപ്പോയോ? പശു ഗോമാത അല്ലേ? തന്റെ അമ്മയല്ലേ? ആ, അമ്മയ്ക്ക് പറയരുത്. ഇത് അമേരിക്കൻ പശു അല്ലേ? അതുകൊണ്ട് അമേരിക്കൻ പശു എനിക്ക് എന്റെ അമ്മയെ പോലെ അല്ല. അമ്മായിയമ്മയെ പോലെ ആയിരിക്കും. ഇന്ത്യൻ പശു എനിക്ക് എന്റെ അമ്മയെ പോലെയാണ്. അമേരിക്കൻ പശു എന്റെ വീക്ക്നെസ്സാ. അതിനെ ഞങ്ങൾ കൊല്ലും, കറി വെക്കും, തിന്നും ഒക്കെ ചെയ്യും. ഇന്ത്യയെ പോയാലോ ഞാൻ ബീഫ് കഴിക്കില്ല. നിങ്ങളെ ആരും കഴിക്കാൻ സമ്മതിക്കൂല്ല. ഇതാണ് തന്റെ പാർട്ടിയും എന്റെ പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങളെപ്പോലെ ഞങ്ങൾ അവസരവാദികളല്ല. നിങ്ങൾ കണ്ടോ, ഇവിടെ വിപ്ലവം വരും, ഞങ്ങൾ വരുത്തും. ഈ മൂരാച്ചി ആധിപത്യം അവസാനിപ്പിക്കുവാൻ ഞങ്ങൾ സഖാക്കൾ അരിവാളും ചെങ്കൊടിയുമായി ഉയർത്തെഴുന്നേൽക്കും. ഇത് വല്ലാത്തൊരു ഉയർത്തെഴുന്നേൽപ്പായി പോയി. അതെ, കേരള രാഷ്ട്രീയം മതി. നമുക്ക് അമേരിക്കൻ പോളിറ്റിക്സിലേക്ക് കടക്കാം. നിങ്ങൾ പറയൂ, ട്രംപ് വരുമോ അതോ ഹിലറി വരുമോ? ട്രംപോ ഹില്ലരിയോ? ഇവരൊക്കെ ആരാ? ഞങ്ങൾ സോളാർ രാഷ്ട്രീയം മാത്രമേ ഫോളോ ചെയ്യാറുള്ളൂ. പക്ഷേ നമ്മൾ 10-20 വർഷമായിട്ട് ഇവിടെയല്ലേ, അപ്പോ ഇവിടുത്തെ രാഷ്ട്രീയം കൂടി ഫോളോ ചെയ്യണ്ടേ? ഈ അമേരിക്കൻ പോളിറ്റിക്സ് ഒരു സുഖമില്ല. മാത്രമല്ല, ഞങ്ങളുടെ ശരീരം ഇവിടെയാണെങ്കിലും മനസ്സങ്ങ് നാട്ടിലാണ്. യെസ്, വി ആർ ഇന്ത്യൻസ്, വി ആർ മലയാളീസ്. ഓ പിന്നെ, നിങ്ങളെല്ലാവരും കിട്ടിയ ചാൻസിൽ ഇന്ത്യൻ പാസ്പോർട്ട് സറണ്ടർ ചെയ്ത് അമേരിക്കൻ സിറ്റിസൺഷിപ്പ് എടുത്തതല്ലേ? പിന്നെ എവിടുത്തെ ഇന്ത്യൻസ്? യു ആർ അമേരിക്കൻസ്. അത് പിന്നെ സാഹചര്യം, പരിതസ്ഥിതി. അതെ, പാസ്പോർട്ട് ഏതായാലും ഈ ശരീരത്തിലോടുന്ന ഇന്ത്യൻ രക്തമാണ്. അതൊരിക്കലും മാറില്ല. ഭാരത് മാതാ കി ജയ്. ലാൽ സലാം. സോണിയാജി കി ജയ്. അയ്യേ. ഇവൾ ഇത്ര വേഗം തിരിച്ചെത്തിയോ? സൂംബ ക്ലാസ് 2-3 മണിക്കൂർ ഉണ്ടാവുന്നാണല്ലോ പറഞ്ഞത്. ഞങ്ങൾ ബാക്കിയാട് വഴി മതിൽ ചാടി മുങ്ങണോ? വേണ്ട, ഇനി സമയമില്ല. രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ കയ്യോടെ പിടിക്കും. അതിലും ഭേദം നേരിടുന്നത് തന്നെ. മാത്രമല്ല, നമ്മൾ ആണുങ്ങളല്ലേ, ഇങ്ങനെ പേടിച്ചാൽ പറ്റുമോ? ഇരിക്കെ, നമുക്ക് കളിക്കാം. ഞങ്ങളിവിടെ ചെറുതായിട്ട് ഒരു നേരം പോക്കിനിങ്ങനെ. ഹലോ ലക്ഷ്മി. ലച്ചുവിന് ബുദ്ധിമുട്ടായെങ്കിൽ ഞങ്ങൾ ഇപ്പൊ തന്നെ നിർത്താം. ബുദ്ധിമുട്ടായോ ലക്ഷ്മി? ഹേയ്, ഇല്ലില്ല. എന്തു ബുദ്ധിമുട്ട്? നിങ്ങൾ എൻജോയ് ചെയ്യൂ. എന്ത് പറ്റി ലച്ചു? സൂംബ ക്ലാസ് വേഗം കഴിഞ്ഞോ? അയ്യോ, ഒന്നും പറയണ്ട. ജിം ക്ലോസ്ഡ്, നോ ക്ലാസ്. അയ്യോ, അപ്പോ ഇന്ന് ക്ലാസ് ഇല്ലേ? അപ്പോ പ്രിയ നേരെ വീട്ടിൽ പോയി. ഷിബു ഇവിടെ ഇരിക്കുകയാണോ? പ്രിയ പറഞ്ഞത് ഷിബു വീട്ടിൽ ലോണ്ടറിയും ഡിഷ് വാഷിങ്ങും ഒക്കെ ചെയ്യാണെന്നാണ്. ഈശ്വര, ഇന്ന് അടി ഉറപ്പാ. എടാ, ഇത് തീർത്തിട്ട് പോ. അവനോട് കളി തീർത്തിട്ട് പോവാൻ പറഞ്ഞു. അപ്പൊ അവൻ കള്ള് തീർത്തിട്ട് പോയി. യഥാർത്ഥ മലയാളി തന്നെ. അവൻ ചെവിയിലെ കുണുക്ക് ഊരാനും മറന്നു. ഇനി പ്രിയ വീട്ടിൽ കയറി ചെല്ലുമ്പോഴുള്ള സീനൊന്ന് ഓർത്ത് നോക്കിയേ. 2 ചെവിയിൽ കുണുക്കും വെച്ച് പാത്രം കഴുകുന്നുണ്ടാവും. ഏതായാലും കളി കൊള്ളായി. ഓരോന്നും കൂടി അടിച്ചാലോ? ഹേയ്, എനിക്ക് വേണ്ട. ആ, ബി. അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഗോപേട്ടനെ എത്ര കഴിച്ചാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല. എന്നാ പിന്നെ ഞാനും ഒരെണ്ണം എടുക്കാം.
എന്തേ അടിക്കുന്നില്ലേ? ഒരു മൂടില്ല. ആ എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. എന്നെ ഇവിടെ ഒറ്റയ്ക്കാക്കി പോവല്ലേ? എന്തായാലും വരാനുള്ളത് വഴി തങ്ങില്ല. അതെ, ഐശ്വര്യത്തോടെ 2 കൈയും നീട്ടി സ്വീകരിച്ചാലും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഇതായിരുന്നു പണിയല്ലേ? ഞാൻ പുറത്തേക്ക് ഇറങ്ങാൻ കാത്തിരിക്കുവാണ്. അപ്പൊ വിളിച്ചു വരുത്തും കൊണ്ട കള്ളുകൂടിയന്മാരെയും ചീട്ടുകളിക്കാരെയും. ഇതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇപ്രാവശ്യത്തെ ഓണം പരിപാടിയുടെ ഡാൻസ് പ്രാക്ടീസ് ഞങ്ങൾ അതിരാവിലെ വെച്ചിരിക്കുന്നത്. എന്ത് ഡാൻസോ? അപ്പൊ നീയും സ്റ്റേജിൽ കയറി തുള്ളാൻ പോവാണോ? ഈ പെണ്ണുങ്ങൾക്കൊക്കെ ആവാമെങ്കിൽ എനിക്കും ആവാം. അത്യാവശ്യം ഡാൻസ് ഒക്കെ എനിക്കും അറിയാം. ഇപ്രാവശ്യം ഞങ്ങളും ഡാൻസ് ചെയ്യാൻ പോവാണ്. ആരായി ഞങ്ങൾ? ഞാനും പ്രിയയും ജെസ്സിയും കവിതയും. എന്റെ അമ്മോ, ഏതാ ഡാൻസ്? തുടക്കമാംഗല്യം തന്തുനാനേനോ പിന്നെ ജീവിതം തന്തുനാനേ. അയ്യോ, വല്ലതും പറ്റിയോ? ഹേയ്, എനിക്കൊന്നും പറ്റിയില്ല. നനക്കല്ല, ആ കസേരയ്ക്ക് വല്ലതും പറ്റിയോന്ന്. അധികം കളിയാക്കേണ്ട. അതിനു വേണ്ടിയല്ലേ ഞങ്ങൾ സൂംബ ക്ലാസ്സിൽ ചേർന്നിരിക്കുന്നത്. നോക്കിക്കോ, 1 മാസം കൊണ്ട് ഞങ്ങൾ 20 പൗണ്ട് കുറയ്ക്കും. ഈ 20 പൗണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്നാണോ അതോ ഓരോരുത്തരും കുറയ്ക്കോ? ഊതല്ലേ? ഊതിയ പറക്കണ ഐറ്റം. അതെ, ഗീത ഹവായ് ട്രിപ്പിന്റെ ഫോട്ടോസ് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. ഓ, അവളുടെ നിൽപ്പ് കണ്ടില്ലേ? ബിക്കിനിയൊക്കെ ഇട്ട് മാതാമ എന്നാ വിചാരം. 156 ലൈക്ക്. ഇത്രയധികം ലൈക്കോ? അത് ചിലപ്പോ കാശ് കൊടുത്ത് മേടിച്ചായിരിക്കും. ബംഗ്ലാദേശിലോ വിയറ്റ്നാമിലോ ഏതോ കമ്പനിക്ക് കാശ് കൊടുത്താല് ഫേസ്ബുക്കിൽ ലൈക്ക് ഇട്ട് തരുന്ന കേട്ടിട്ടുണ്ട്. ഇത് ബംഗ്ലാദേശും വിയറ്റ്നാമും ഒന്നും അല്ല. ഇവിടെ സാന്റിയാഗോയിലുള്ള മലയാളി വായി നോക്കിയാള് തന്നെ. നിങ്ങളുടെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ബേബി, ഷിബു, രാജു. ഇവന്മാർക്കൊന്നും വേറെ ഒരു പണിയില്ലേ? രാവിലെ ആയ ഫേസ്ബുക്കും തുറന്ന് ഇരുന്നുള്ളൂ. തൊലി വെളുപ്പുള്ള ഏതെങ്കിലും പെണ്ണൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ അപ്പ ചാടി കയറി ലൈക്ക് അടിക്കും. എന്ത്? ഗോപാലൻ പണിക്കർ ലൈക്സ് ദിസ്. ഹേ മനുഷ്യ, നിങ്ങളും ലൈക്ക് ചെയ്തോ? അത് പിന്നെ ആ ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു, അതുകൊണ്ടാ. ബാക്ക്ഗ്രൗണ്ട് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. എങ്ങനെ ഉണ്ടായിരുന്നടാ നിന്റെ ക്ലാസ് ഒക്കെ? It was okay, Dad. I have a question. Why did you name me Giant? I hate my name. I did not put that name. Your mom did. I wanted to give you a nice name. My father's name, Ambu Jackson. Ambu Jackson? That's even worse. What's wrong with Giant? It's a nice name. All my friends make fun of me. I am the shortest kid in my class and my name is Giant. They call me Little Giant. Why don't you give me a nice name like Aaron, Michael, Jacob? ടോമി, ജിമ്മി, പപ്പി, കൈസർ. എടാ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ പട്ടിക്കിടണ പേരാ. അമേരിക്കൻ പേരിന് ഒരു അർത്ഥം പോലും ഇല്ല. ഇന്ത്യൻ പേര് അങ്ങനെയല്ല. We have meaningful names. You guys will never understand. The day I turn 18, I'm gonna change my name to Jaden. ഞാൻ ആകെ ടയേർഡാണ്. കുറച്ച് റെസ്റ്റ് എടുക്കാൻ പോവുകയാണ്. ഡിസ്റ്റർബ് ചെയ്യരുത്. കേരള ന്യൂസ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഹരിത എസ് നായരും മുൻ മുഖ്യമന്ത്രി തുമ്മൻചാണ്ടിയും തമ്മിലുള്ള സ്വകാര്യ വീഡിയോ വാട്സാപ്പിൽ പുറത്ത്. ക്ലിഫ് ഹൗസിൽ വെച്ച് ഷൂട്ട് ചെയ്ത വീഡിയോ ഇന്നലെ വൈകിട്ടാണ് വാട്സാപ്പിൽ പ്രചരണം തുടങ്ങിയത്. ഒളിക്യാമറ വെച്ച് മുഖ്യമന്ത്രിയുമായുള്ള തന്റെ സ്വകാര്യ നിമിഷങ്ങൾ ഹരിത നായർ തന്നെ രഹസ്യമായി റെക്കോർഡ് ചെയ്തു എന്നാണ് സൂചന. ഇനി അന്താരാഷ്ട്രീയ വാർത്തകൾ.
ആർക്ക് കേൾക്കണ അന്താരാഷ്ട്ര വാർത്ത? ക്ലിപ്പ് ഇതുവരെ എത്തിയിട്ടില്ല. ബേബിക്ക് കിട്ടിക്കാണും. എടാ ബേബി, ക്ലിപ്പ് കിട്ടിയോ? ഇല്ലേ? എനിക്കും കിട്ടിയിട്ടില്ല. അതെ, കിട്ടിയ അപ്പ തന്നെ എനിക്ക് ഫോർവേഡ് ചെയ്യണം, എന്നിട്ട് കണ്ടാ മതി. ഓക്കെ ഓക്കെ, ഞാനും അങ്ങനെ തന്നെ ചെയ്യാം. എത്തി മോനെ. ഓ ഗുഡ് മോർണിംഗ്. തള്ളക്ക് ഗുഡ് മോർണിംഗ് അയക്കാൻ കണ്ട നേരം. നിങ്ങൾ ക്ലിപ്പ് കണ്ടോ? ഇല്ല, നീ കണ്ടോ? ഇതാ കിട്ടി. ഓ ഈ ക്ലിപ്പോ? ഞാൻ വിചാരിച്ചു. എന്ത്? ഏയ് ഒന്നുമില്ല. മനസ്സിലായി. ടിവിയുടെ വോളിയം കൂട്ടി മേലെ ബെഡ്റൂം വരെ എത്തി. ഇനി കൂട്ടിയാലേ അപ്പുറത്തെ വീട്ടിലെ സായിപ്പ് ഇങ്ങോട്ട് ഇറങ്ങി വരും സോളാർ ക്ലിപ്പ് കാണാൻ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. മോൻ വളർന്ന് വരികയാണ്. അവൻ ഇവിടെ ഉള്ളപ്പോൾ നിങ്ങൾ ഈ വക വൃത്തികെട്ട ചാനലൊന്നും വെക്കരുത്. അയ്യോ, ഞാൻ മലയാളം ന്യൂസ് ആണ് വെച്ചത്. രാഷ്ട്രീയം, കറണ്ട് അഫയേഴ്സ്. രാഷ്ട്രീയം, കറണ്ട് അഫയേഴ്സ് എന്ന് വെച്ചാൽ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ കറണ്ടായി നടക്കുന്ന അഫയേഴ്സ് അല്ലേ? അത് തന്നെ വെക്കണ്ടെന്ന് പറഞ്ഞത്. I am going for football. ഫുട്ബോള് അതൊന്നും വേണ്ട. പോയി 4 അക്ഷരം പഠിക്കാൻ നോക്ക്. But Dad, I love football. അവന്റെ ഒരു ഫുട്ബോള് തേങ്ങ മാതിരി ഒരു സാധനം കക്ഷത്ത് പിടിച്ച് ഓടുക, എന്നിട്ട് അതിന് ഫുട്ബോൾ എന്ന പേരും. Dad, I have a question. Why don't you like anything American? You only like Indian things. Indian names are better, Indian food, sports, politics, everything. You only like Indian. If India is so much better, then why don't you go back to India? It's because you are confused. You call me ABCD. I am not ABCD. You are IBCD. Indian born confused Deshi. ആ പറഞ്ഞത് കറക്റ്റ്. IBCD, ഇന്ത്യൻ ബോൺ കൺഫ്യൂസ്ഡ് ദേശി. ഞാനോ? എന്തോ ആവട്ടെ. I am a Malayali. I wear a pink lungi. I'm a card-holding member of the Marxist Party. I am a Malayali. God knows I am a Malayali.